ഈ കഥ തുടങ്ങുന്നത് ഒരു വഴക്കിൽ നിന്നാണ്. പ്രശ്നം ഇതായിരുന്നു: കാവ്യയും കവിതയുടെ അച്ഛന്റെ അസുഖം നല്ലതല്ലായിരുന്നു. ഈ ഒരു കാര്യം അമ്മ നിധിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ശരിക്കും നിധി ഒരു പൈസയുള്ള കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ അവൾക്ക് ഹരീഷിനോട് സ്നേഹം തോന്നി. അങ്ങനെ ഹരീഷിനെ കല്യാണം കഴിച്ചു. പക്ഷെ ഹരീഷിന് അവളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ ആയപ്പോ പതുക്കെ അവൾക്ക് ദേഷ്യമായി അവനോട്. പിന്നെ കാര്യമൊക്കെ കയ്യിന്ന് പോയപ്പോ നിധി അവളുടെ ഇളയ മകൾ കാവ്യനെയും കൊണ്ട് സ്വന്തം വീട്ടിലോട്ട് പോയി. എന്നാൽ മൂത്ത മകൾ കവിത ഹരീഷിന്റെ അടുത്ത് തന്നെ നിന്നു. കാര്യം അത്രയും വഷളായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. പക്ഷെ വിധി എന്നാ രണ്ട് സഹോദരികളുടെ ബന്ധം പോയില്ല. രണ്ടുപേരും പഠിക്കാൻ ഒരേ കോളേജിലാണ് ചേർന്നത്. പിന്നീട് ഒരു ദിവസം, കവിത, നീ ഇന്നലത്തെ അസൈൻമെന്റ് മുഴുവൻ ചെയ്തോ? ആ, അത് ഞാൻ ഇന്നലെ വീട്ടിൽ പോയപ്പോ തന്നെ ചെയ്തായിരുന്നല്ലോ. എന്തേ, നീ ചെയ്തില്ലായിരുന്നോ? അയ്യോ, എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നലെ അമ്മ കിട്ടിപ്പാട്ടി വെച്ചിരുന്നു. അതിലായിപ്പോയി മുഴുവനും ഞാൻ. ആദ്യം ഡാൻസ്, പിന്നെ നല്ല ആഹാരം, പിന്നെ സംസാരം. അങ്ങനെ എന്റെ സമയം മുഴുവൻ പോയടോ. അത് നല്ലതല്ലേ? അമ്മയ്ക്ക് എങ്ങനെയുണ്ടിപ്പാ? കുഴപ്പമൊന്നുമില്ല. എന്തു പറ്റി? അതെ, എനിക്കിടയ്ക്ക് അമ്മയുടെ ഓർമ്മ വരാറുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു വീട്ടിലോട്ട് വാ, നമുക്ക് കാണാമെന്ന്? ഇല്ല, അച്ഛൻ ഇല്ലാതെ ഞാൻ വരില്ല. അമ്മയ്ക്കെപ്പോഴില്ല അച്ഛനെ കാണാൻ തോന്നുമ്പോ അപ്പോഴേ ഞാൻ കാണൂ അമ്മേ. അതൊരിക്കലും നടക്കില്ല, അത് നിനക്കും അറിയാം. കാവ്യയും കവിതയും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നെങ്കിലും അച്ഛനും അമ്മയുടെ വഴക്ക് കാരണം മനസ്സ് തമ്മിൽ ഇച്ചിരി അകന്നു തന്നെ ഇരുന്നേ. പിന്നീട് ഒരു ദിവസം, നോക്ക് കവിത, ന്യൂ ഇയറിന്റെ ടൂറിന് നീ വരുന്നുണ്ടോ? ആ, മുംബൈ ടൂറാണോ? ആ, അത് തന്നെ. ഏയ്, നീ പൊക്കോ, ഞാനെന്തായാലും ഇല്ല. അതെന്താ പക്ഷെ? അവിടെ പോയിട്ട് ഷാരൂഖിന്റെയും സൽമാന്റെ വീട് കാണാം. ചിലപ്പോ ഓട്ടോഗ്രാഫും കിട്ടിയാലോ. പക്ഷെ ടൂറിനെ ഭയങ്കര പൈസയാണ് കോളേജ് ഈടാക്കുന്നത്. ഒരുപാടൊക്കെ എന്താണ്, 10,000 രൂപയില് ചോദിക്കണേ. 3 ദിവസത്തെ ടൂറുണ്ട്. അത്രയും ചെലവെന്തായാലും വരില്ലേ? നിനക്കറിയാലോ, അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല അത്. അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അച്ഛനോട് 3,000 രൂപ ആവുന്നുള്ളൂന്ന് പറ. അതെന്തായാലും സമ്മതിക്കുമല്ലോ. ശരി, ബാക്കി 12,000 രൂപ ആര് കൊടുക്കും? അത് ഞാൻ അമ്മോട് പറഞ്ഞു തരാം. ഒരിക്കലുമില്ല, അച്ഛനോട് ഞാൻ കള്ളം പറയത്തില്ല, മനസ്സിലായോ? പക്ഷേ അത് നിന്റെയും കൂടെ അമ്മയല്ലേടാ? അതെ, പക്ഷെ എന്നെ ഇതുവരെ കാണാൻ വന്നില്ലല്ലോ. ഇത്രയെങ്കിലും ഒരു സ്നേഹം ഉണ്ടോ? എന്നിട്ട് നീ പറയണ അവരുടെ പൈസ എടുത്ത് ഞാൻ കറങ്ങണമെന്ന്. കവിതയുടെ ഈ കാര്യം കേട്ട് കാവ്യ മിണ്ടാതെയായി. ശരിക്കും നിധി കവിതേനെയും ഹരീഷിനെയും മറന്നുപോയിരുന്നു. പതുക്കെ നിധിയുടെ അഹങ്കാരം കാവ്യയിലും കാണാൻ തുടങ്ങി. പിന്നീട് കവിതയോട് സംസാരം നിർത്തിയവൾ. ഇക്കാര്യം കവിതയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. പിന്നീട് ഒരു ദിവസം, ആ കവിത, മാസ്റ്റേഴ്സ് നീ എവിടെന്നാ ചെയ്യാൻ പോണേ? അത് ആലോചിക്കാൻ എന്താണ്, ഇവിടുന്ന് തന്നെ. ആണോ? ഞാൻ വേറെയാ പ്ലാൻ ചെയ്യുന്നത്. അമ്മ ശരിയാ പറയണേ, ഈ കോളേജിന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല. ഇവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഒരു മാതിരിയാ ശരിക്കും. പക്ഷെ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെന്താ ഇപ്പൊ? പെട്ടെന്നൊന്നും അല്ല, എന്റെ തലയിൽ ഒരുപാട് ദിവസമായിട്ടുണ്ട്. ഗ്രാജുവേഷൻ പാതി വഴി നിർത്താൻ പറ്റില്ലല്ലോ. പക്ഷേ മാസ്റ്റേഴ്സ് ഞാൻ കുറച്ച് വില കൂടിയ നല്ല കോളേജിൽ നിന്ന് ചെയ്യുള്ളൂ. കവിതയ്ക്ക് നന്നായി മനസ്സിലായിരുന്നു അവളെ താഴ്ത്താൻ വേണ്ടിയാണ് ഈ കാവ്യ ഇതൊക്കെ പറയണേന്ന്. കവിതയ്ക്കും തോന്നി കാവ്യ ഇനി അടുത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ വിധി ഇതൊന്നും അല്ലായിരുന്നു. കാവ്യയും കവിതയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അതുവഴി ഒരു ഹാൻസം പയ്യൻ അങ്ങോട്ടേക്ക് വരും. വലിയൊരു വണ്ടിയിൽ നിന്നാണ് ഇറങ്ങുന്നത്. ഹായ് കാവ്യ. ഹായ് രോഹിത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ എന്താ ഇവിടെ? ഞാൻ വിമൽ സാറിനെ കാണാൻ വന്നതാ. അദ്ദേഹം ചെറുപ്പം തൊട്ടെന്റെ ട്യൂഷൻ ടീച്ചറായിരുന്നു. ഞാനിവിടെ വരുമ്പോഴെല്ലാം അദ്ദേഹത്തെ വന്നിക്കാൻ ഇങ്ങോട്ട് വരാറുണ്ട്. രോഹിത്തിന്റെ സംസാരം കേട്ട് കവിതയ്ക്ക് ഒരുപാട് ഇഷ്ടായി. പക്ഷെ കാവ്യയ്ക്ക് രോഹിത് പറഞ്ഞത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്ത് പൊട്ടത്തരോ ഇത്? അവരുടെ കാല് പിടിക്കുന്ന എന്തിനാണ്? നീ അവർക്ക് ട്യൂഷൻ ഫീസ് ഒന്നും കൊടുത്തിട്ടില്ലേ? അയ്യോ, അതങ്ങനെയല്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ ആരാണ്? ഓഹോ, ഇത് കവിതയാണ്. എന്റെ നല്ല ഫ്രണ്ട്. കാവ്യ പറഞ്ഞത് അവക്ക് വിഷമായി, പക്ഷെ അവൾ ഒന്നും മിണ്ടാതെ നിന്നു. കവിത, ഇത് രോഹിതാണ്, മിസ്റ്റർ ഒബ്രോയന്റെ ഒരേ ഒരു മകൻ. നമ്മുടെ ഫാക്ടറിയിലെ എല്ലാ റോ മെറ്റീരിയൽസ് ഇവരുടെ കമ്പനിയിൽ നിന്നാണ്. ഓ, ഹലോ, നൈസ് ടു മീറ്റ് യു. സെയിം ഹിയർ. രോഹിത്തിന് കവിതയുടെ ഈ സ്വഭാവം ഇഷ്ടപ്പെട്ടു. കവിതയ്ക്കും രോഹിത്തിന്റെ ഈ ഒരു മര്യാദ ഇഷ്ടപ്പെട്ടു. വിധി എന്ന് പറയുന്നത് വീണ്ടും അവർക്ക് കണ്ടുമുട്ടേണ്ടി വന്നു. ഹായ് കവിത. ഹായ് രോഹിത് ജി. അല്ല, എന്നെ ജി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാ? എനിക്ക് നിങ്ങളെക്കാളും പ്രായമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് വന്നതാ. എന്തിനാ? അതായത് ആക്ച്വലി ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ, സോ നമുക്ക് ഒരുമിച്ച് അങ്ങ് ആഘോഷിച്ചാലോ? ഞാൻ കാവ്യയോടും പറഞ്ഞിരുന്നു. സോറി രോഹിത്, എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ പോയി സെലിബ്രേറ്റ് ചെയ്യാന്ന് കരുതി. കുഴപ്പമില്ല. ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. അതെ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ സെലിബ്രേഷന് വരാലോ. പിന്നെന്താ, വരാലോ. ഞാൻ തീർച്ചയായും വരാം.
രോഹിത്തും കവിതയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്ടാവാൻ തുടങ്ങി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് നീതി രോഹിത്തിനെ കാവ്യയെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു. ന്യൂ ഇയറിന്റെ ദിവസം കാവ്യ രോഹിത്തിനെ കാത്തുനിന്നു. പക്ഷെ രോഹിത് കവിതയെ കാണാൻ പോയി. കവിത ഒരുപാട് സമ്മാനങ്ങൾ രോഹിത്തിന്റെ കാറിൽ വെച്ചു. പിന്നീട് കവിത അനാഥാശ്രമത്തിൽ പോയി. അവിടെ ചെന്ന് ഒരുപാട് സാധനങ്ങൾ അവൾ അവർക്ക് ദാനം ചെയ്തു. വൈകുന്നേരമായപ്പോ ഒരു വൃദ്ധാശ്രമത്തിലെത്തി. അവിടെ ഒരുപാട് അമ്മമാര് കവിതയെ കാത്തിരിക്കുകയായിരുന്നു. കവിത എല്ലാവർക്കും വേണ്ടി ഒരു ഷോള് കൊണ്ടുപോയിരുന്നു. രോഹിത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വയസ്സായിട്ടുള്ളവരോടുള്ള ബഹുമാനം, കവിതയുടെ ഈ സ്വഭാവം രോഹിത്തിനെ കണ്ട് കണ്ണു നിറഞ്ഞു. അവിടെ കാവ്യയുടെ വീട്ടിൽ രോഹിത് എവിടെ പോയതാ? പെട്ടെന്ന് വാടോ, നിനക്കറിയില്ല ഇന്നത്തെ എന്ത് സർപ്രൈസ് ആണെന്ന്. ഇന്ന് എന്തായാലും ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യും. വിൽ യു മാരി മീ കവിത? പക്ഷേ പ്ലീസ് യെസ് എന്ന് പറയൂ. ഞാൻ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യും. യെസ് യെസ്. കവിത കല്യാണത്തിന് സമ്മതിച്ചപ്പോ അവിടുത്തെ എല്ലാവരും സന്തോഷത്തോടെ ആടാൻ തുടങ്ങി. ഈ വർഷം കവിതയ്ക്ക് നല്ലൊരു പുതുവർഷം തന്നെയായിരുന്നു. ഇപ്പുറത്തെ കാവ്യയ്ക്ക് എല്ലാം നഷ്ടമാകുകയായിരുന്നു. അവൾ ആഗ്രഹിച്ചതൊക്കെ. കാശുകൊണ്ട് ചില കാര്യങ്ങൾ നേടാൻ പറ്റത്തില്ല. സൂരജ്പൂർ എന്ന ഗ്രാമത്തിൽ കോമൾ എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. കോമളിന് ഒരുപാട് നല്ല മനസ്സായിരുന്നു. അവൾ എല്ലാവരെയും സഹായിക്കും, എല്ലാവരോടും നല്ല സ്നേഹത്തോടെ സംസാരിക്കും. കോമളിന്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു. പിന്നെ അവളുടെ അച്ഛൻ രണ്ടാമതായി ഒരാളെ കല്യാണം കഴിച്ചു. കോമളിന്റെ രണ്ടാനമ്മ സീമ വളരെ ദുഷ്ടയാണ്. അവർ കോമളിനെ എപ്പോഴും വഴക്കു പറയുമായിരുന്നു. അവളോട് വീട്ടുജോലിയെല്ലാം ചെയ്യാൻ പറയും. എന്നാൽ അവരുടെ മകൾ പ്രിയയെ മാത്രം റാണിയെപ്പോലെ നോക്കി. കോമളിന്റെ അച്ഛൻ വിദേശത്ത് ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് സീമയും പ്രിയയും ചേർന്ന് കോമളിനെ എപ്പോഴും ദ്രോഹിച്ചിരുന്നു. എടി നശിച്ചവളെ, ഇവിടിരുന്ന് പഠിച്ചാൽ ചത്തുപോയ നിന്റെ അമ്മ വന്ന് പാത്രം കഴുകുവോ? എന്നാൽ അമ്മേ, ഞാൻ ഇപ്പോഴല്ലേ തുണി കഴിയത്. നാളെ പരീക്ഷയുണ്ട്, ഞാൻ കുറച്ച് പഠിക്കട്ടെ. നീ പഠിച്ചെന്താ കളക്ടറാകാൻ പോന്നോ? മര്യാദയ്ക്ക് പോയി ജോലി നോക്ക്. നിനക്ക് അടി കിട്ടി ഒരുപാട് ദിവസമായി, അതുകൊണ്ടെല്ലാം മറന്നു പോകുന്നു. ഇല്ലമ്മേ, ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ കോമൾ പോയി എല്ലാ പാത്രവും കഴുകി വെച്ചു. ഒരു ദിവസം സീമ അവളുടെ മകൾ പ്രിയയെ ഒരുപാട് തുണികൾ കാണിച്ചു. നോക്കു മക്കളെ, മോളുടെ അച്ഛൻ മോൾക്ക് വേണ്ടി സിറ്റിയിൽ നിന്ന് തുണി തന്നു വിട്ടിരിക്കുന്നു. ഇത് നീ ഇട്ടാലുണ്ടല്ലോ, കാണാൻ രാജകുമാരി പോലെയാകും. അമ്മേ, ഈ ഫ്രോക്ക് കാണാൻ നല്ല രസമുണ്ടല്ലേ. നോക്കൂ, ഇതെല്ലാം എനിക്ക് വേണ്ടിയുള്ളതാണോ? ആ അതെ മോളെ, ഇതെല്ലാം മോളുടെ അച്ഛൻ നിനക്ക് വേണ്ടി അയച്ചതാ. മറ്റവൾക്ക് വേണ്ടി ഒരു തുണി പോലും അയച്ചില്ല. അപ്പോൾ അവിടേക്ക് കോമൾ വന്നു. അമ്മേ, എന്റെ കയ്യിലും തുണിയില്ല. എല്ലാ തുണിയും കീറിപ്പോയി. എനിക്കച്ഛൻ ഒരു തുണിയും തന്നുവിട്ടില്ലേ. പുതിയ തുണി നിനക്കെന്തിനാ? നിന്റെ അച്ഛൻ നിനക്ക് ഒരു തുണിയും അയച്ചില്ല. പ്രിയയുടെ പഴയ തുണി കാണും, അതെടുത്തിട്ടോ. നീ എന്റെ പഴയ തുണികൾ എടുത്തിട്ടോ. അമ്മേ, ഇവൾക്കൊക്കെ അത് മതി. കോമൾ വിഷമത്തോടെ അവിടെ നിന്നും പോയി. പ്രിയയും കോമളും ഒരുമിച്ച് ചുറ്റി നടന്നു. കോമൾ പഴയ തുണി ധരിച്ചിരുന്നു, പ്രിയ മാത്രം പുതിയ തുണി ഇട്ടിരുന്നു. അപ്പോൾ പ്രിയയുടെ ഫ്രണ്ട്സ് ചിക്കിയും മിക്കിയും രണ്ടുപേരും വഴിയിൽ കാത്തിരുന്നു. അയ്യോ പ്രിയേ, ഈ പുതിയ തുണികൾ നിനക്ക് നല്ല ഭംഗിയുണ്ട്. എവിടെ നിന്നാ വാങ്ങിയത്? എന്റെ അച്ഛൻ സിറ്റിയിൽ നിന്നും തുണി അയച്ചു തന്നതാ. കോമൾ, നിന്റെ അച്ഛൻ സിറ്റിയിൽ നിന്നും നിനക്കൊന്നും അയച്ചില്ലേ? ഇവളോട് ആർക്കും സ്നേഹമില്ല, അതുകൊണ്ട് ആരും ഇവളെ ഓർക്കാറ് പോലുമില്ല. ഇതാ ഇതുപോലത്തെ പഴയ തുണിയും ഇട്ട് ഇവൾ ഈ തെരുവിലൂടെ നടന്നു പോകണം. ഇന്ന് എന്റെ ബർത്ത്ഡേയാ, അതുകൊണ്ട് വീട്ടിലൊരു പാർട്ടിയുണ്ട്. പ്രിയെ, നീ പാർട്ടിക്ക് വരണം. കോമൾ, നീയും ഉറപ്പായും വരണം. അയ്യോ, നീ എന്തിനാ ഇവളെ പാർട്ടിക്ക് വിളിക്കുന്നത്? ഇവൾക്ക് ഇട്ടിട്ട് വരാൻ ഒരു നല്ല തുണി പോലുമില്ല. എല്ലാം കേറിപ്പോയ തുണിയാ. അയ്യോ, ഞാനവളെ എന്തിനാ വിളിച്ചതെന്നറിയാമോ? അവിടെ എല്ലാം ക്ലീൻ ചെയ്യാനും പാത്രം കഴുകാനും ആള് വേണ്ടേ? ഇത് കേട്ട് അവരെല്ലാവരും നിന്ന് ചിരിക്കാൻ തുടങ്ങി. കോമൾ ഇത് കേട്ട് ഒരുപാട് വിഷമിച്ച് അവൾ അതേ വിഷമത്തോടെ അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. അപ്പോൾ അവൾ കണ്ടു ഒരു മാജിക് മാൻ അതുവഴി നടന്നു പോകുന്നത്. അയാളുടെ കയ്യിൽ ഒരു കൂടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു കുരുവിയും ഉണ്ടായിരുന്നു. പാവം ആ കുരുവി. അതിനെ കാണാൻ ഒരുപാട് വിഷമവും തോന്നി. ആ കുരുവിയെ കണ്ട് കോമൾ ഒരുപാട് വിഷമിച്ചു. അയ്യോ, ആ കുരുവി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഉറപ്പായും അയാൾ അതിനെ പിടിച്ചു വച്ചിരിക്കുന്നതാവും. പാവം, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അതിനെ ഉറപ്പായും സഹായിച്ചേ പറ്റൂ.
അങ്ങനെ ചിന്തിച്ച് കോമൾ ആ മാജിക് മാന്റെ പിന്നാലെ പോയി. എപ്പോഴെങ്കിലും അയാളുടെ ശ്രദ്ധയൊന്ന് മാറിയാൽ ആ കുരുവിക്ക് വിമോചനം കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ചു ദൂരം നടന്നതിനു ശേഷം അയാൾ ഒരുപാട് ക്ഷീണിച്ചു. വെള്ളം കുടിക്കാനായി വെള്ളവും അന്വേഷിച്ചു. അപ്പോൾ അയാൾ കുരുവിയുടെ കൂട് താഴെ വെച്ച് അടുത്തുള്ള പൈപ്പിൽ വെള്ളം കുടിക്കാനായി പോയി. ഈ അവസരം കോമൾ ഉപയോഗിച്ച് ഉടനെ അവിടെ വന്ന് ആ കൂടും കൈക്കലാക്കി അവിടെ നിന്നും വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. എന്നാൽ കോമൾ ആ കൂട് കൊണ്ടുപോകുന്നത് മാജിക് മാൻ കണ്ടിരുന്നു. ഉടനെ അവളുടെ പിന്നാലെ അയാളും ഓടാൻ തുടങ്ങി. പെൺകുട്ടി, എന്റെ കൂട് തിരിച്ചുതാ. എവിടേക്കാ ഓടുന്നത്? നിൽക്കു. എന്നാൽ കോമൾ അയാൾ പറയുന്നത് കേൾക്കാതെ വേഗത്തിൽ ഓടി. അവൾ സേഫായ ഒരു സ്ഥലത്തേക്ക് കുരുവിയും കൊണ്ടുപോയി. പിന്നെ മാജിക് മാൻ വരുന്നുണ്ടോ എന്നവൾ തിരിഞ്ഞു നോക്കി. ആ കൂടും തുറന്ന് ആ കുരുവിയെ അവൾ മോചിപ്പിച്ചു. ആ കുരുവി ആ കൂട്ടിൽ നിന്നും വെളിയിൽ വന്നതും വളരെ സുന്ദരിയായ ഒരു ദേവതയായി മാറി. ആ ദേവതയെ കണ്ട് കോമൾ ഒരുപാട് പേടിച്ചു. കോമൾ പേടിച്ചു നിൽക്കുന്നത് കണ്ട് ദേവത പറഞ്ഞു, അയ്യോ മോളെ, പേടിക്കണ്ട, ഞാൻ മോളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ ആരാണ്? ഞാനൊരു ദേവത. ആ മാജിക് മാൻ അയാളുടെ മാജിക് കൊണ്ട് എന്നെ കുരുവിയാക്കി ഈ കൂട്ടിൽ എന്നെ അടച്ചുവെച്ചു. എന്നാൽ നീയാണ് അയാളിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. അപ്പോൾ അവിടേക്ക് ആ മാജിക് മാൻ വന്നു. പെൺകുട്ടി, ഈ കൂടുമെടുത്തുകൊണ്ട് ഓടാൻ നിനക്ക് എന്ത് ധൈര്യമാ? എന്റെ കൂട് മര്യാദയ്ക്ക് താ. വേണ്ട വേണ്ട, ആ കൂട് അയാളുടെ കയ്യിൽ കൊടുക്കണ്ട. കൊടുത്താൽ അയാൾ എന്നെ വീണ്ടും അടച്ചു വെക്കും. ഇങ്ങനെ പറഞ്ഞാൽ നീ കേൾക്കില്ല. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? മിണ്ടാതെ ആ കൂട് എനിക്ക് തന്നിട്ട് പൊയ്ക്കോ. ഇല്ലെങ്കിൽ എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് നിന്നെ കല്ലാക്കി മാറ്റും. ഒന്ന് പോടോ, താനത്ര സംഭവമൊന്നുമല്ല. തന്നെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നു. ചിരി വരുന്നെന്നോ? നിനക്കെന്റെ ശക്തി അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒരു നിമിഷത്തിൽ വെള്ളത്തിനെ കല്ലായും കല്ലിനെ വെള്ളവുമാക്കി മാറ്റും. ആണോ? അപ്പോൾ ദായിരിക്കുന്ന കല്ല് കണ്ണാടിയാക്കി മാറ്റിക്കേ. അപ്പോൾ ഞാൻ വിശ്വസിക്കാം. ആ മാജിക് മാൻ കയ്യിലുള്ള മാന്ത്രിക പടിയെടുത്ത് അത് കറക്കി കറക്കി ആ കല്ലിനെ ഒരു കണ്ണാടിയാക്കി മാറ്റി. നീ കണ്ടില്ലേ? ഇനിയും തെളിയിക്കണോ? വേഗം എന്റെ കൂടെ എനിക്ക് തന്നിട്ട് പൊക്കോ. ഇല്ല, വിശ്വസിക്കില്ല. ഇതെല്ലാം ചെറിയ മാജിക്കുകാർക്കും ചെയ്യാൻ പറ്റും. താൻ എന്നാൽ ഒരു കാര്യം ചെയ്യ്. ഈ കണ്ണാടിയെ ഒരു തത്തയാക്കി മാറ്റിക്കേ. അങ്ങനെയാണോ? ഇതാ. അങ്ങനെ പറഞ്ഞ് കണ്ണാടി നോക്കി ആ മാന്ത്രിക വടി കറക്കി. എന്നാൽ ആ കണ്ണാടിയിൽ അയാളുടെ രൂപമാണ് തെളിഞ്ഞത്. അതുകൊണ്ട് അയാൾ മാന്ത്രിക വടി നീട്ടിയ ഉടനെ അത് കണ്ണാടിയിൽ പോയി റിഫ്ലക്റ്റായി അയാൾക്ക് നേരെ വന്ന് അയാൾ ഒരു തത്തയായി മാറി. അത് കണ്ട് കോമൾ പെട്ടെന്ന് ആ തത്തയെ പിടിച്ച് അതേ കൂട്ടിൽ തന്നെ ആ തത്തയെ മടച്ചു വെച്ച് അതിനുശേഷം അതിനെ ആ ദേവതയ്ക്ക് കൊടുത്തു. ഹാ, നീ സത്യത്തിൽ ബുദ്ധിശാലിയാണ്. നീ എളുപ്പത്തിൽ അയാളെ നശിപ്പിച്ചല്ലോ. ഇനി അവൻ കാരണം ആർക്കും ഒരു പ്രശ്നവും വരില്ല. എന്നെ നീ ഇന്ന് ഇങ്ങനെ സഹായിച്ചില്ലേ, അത് ഞാൻ ജീവിതത്തിൽ മറക്കുകയേയില്ല. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറ, അത് ഞാൻ നിറവേറ്റിത്തരാം. എനിക്കൊരു നല്ല തുണി പോലുമില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ടുമില്ല. നിങ്ങൾ എനിക്ക് നല്ലൊരു തുണി തരാമോ? അത്രേ ഉള്ളോ? ഒരു തുണിയോ? ഇപ്പോൾ നോക്ക്. അങ്ങനെ പറഞ്ഞ് ദേവത ഒരു ഞൊട്ട വിട്ടു. ഞൊട്ട വിട്ടതും അവളുടെ കയ്യിൽ ഒരു ഭംഗിയുള്ള വസ്ത്രവും വന്നു. ആ വസ്ത്രം കണ്ടതും കോമൾ അതിൽ തന്നെ നോക്കി നിന്നു. എടുത്തോളൂ, ഇതൊരു മാന്ത്രിക ഗൗണാണ്. ഇതിനി നിന്റെ സ്വന്തമാണ്. നീ എന്തു പറഞ്ഞാലും ചെയ്യും. ഈ ഗൗണ് നീ ഇട്ടുകൊണ്ടുപോയാൽ നിന്നെ എല്ലാവരും ശ്രദ്ധിക്കൂ. എല്ലാവരും നിന്നോട് ഫ്രണ്ടാവാൻ ആഗ്രഹിക്കും. ഈ ഗൗൺ ഒരിക്കലും അഴുക്കാകുകയില്ല. എപ്പോഴും സൂപ്പറായിരിക്കും. നീ ഏത് നിറത്തിൽ ഈ ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നോ ആ നിറത്തിലേക്കാകും. എന്നാൽ അതിന് നീ ഈ മന്ത്രം ചൊല്ലണം. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ചിന്തിക്കുന്ന നിറത്തിലേക്ക് നീ മാറ്. ഇത് എപ്പോഴും നിന്നെ ഒരുപാട് സഹായിക്കും. നീ എന്തു പറഞ്ഞാലും ഈ ഗൗൺ നീ പറയുന്നത് അനുസരിക്കും. എന്നാൽ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ഈ ഗൗണിന്റെ ഭംഗി എപ്പോൾ വരെ ഉണ്ടായിരിക്കുമെന്നറിയാമോ? നിന്റെ മനസ്സ് ശുദ്ധമായിരിക്കുന്നത് വരെ. നിന്റെ മനസ്സിൽ ദുഷ്ടചിന്തയും അത്യാഗ്രഹവും വന്നാൽ ഈ ഗൗണിന് അതിന്റെ ശക്തി നഷ്ടമാകും. ശരി, ഈ ഗൗൺ നീ തന്നെ വച്ചോ. ഇപ്പോൾ എനിക്ക് പോകേണ്ട സമയമായി. അങ്ങനെ കോമളിനെ ആ ഗൗണും കൊടുത്തിട്ട് ദേവത അവിടെ നിന്നും പോയി. അപ്പോൾ കോമൾ ആ ഡ്രസ്സും എടുത്ത് അവിടെ നിന്ന് വീട്ടിലേക്കും പോയി. കോമൾ ആ ഗൗൺ കയ്യിലെടുത്ത് മനസ്സിനുള്ളിൽ എന്തോ ചിന്തിച്ചു. ആ ദേവത പറഞ്ഞത് ഇനി സത്യമാണോ? ആ ദേവത പറഞ്ഞതുപോലെ നടക്കുമോ? ഇതൊരു തവണ ഇട്ടു നോക്കാം. അങ്ങനെ പറഞ്ഞ് കോമൾ ആ ഗൗൺ ഇടാൻ പോയി. അങ്ങനെ കോമൾ പോയി ആ ഗൗണും ഇട്ടുകൊണ്ടുവന്ന് അവളെ തന്നെ കണ്ണാടിയിൽ നോക്കി.
ഈ കാണുന്നത് അവൾ തന്നെയാണോ എന്ന് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. കോമൾ ആ ഗൗണിട്ടതിനു ശേഷം ഒരു ദേവതയെപ്പോലെ തോന്നി. എത്രത്തോളമെന്നാൽ അവളെക്കാൾ ഈ ലോകത്തിൽ മറ്റൊരു സുന്ദരിയേ ഇല്ല എന്ന രീതിയിൽ. സത്യത്തിൽ ആ ഗൗണിനൊരു മാന്ത്രിക ശക്തിയുണ്ടായിരുന്നു, സാധാരണ പെൺകുട്ടികളെയും ദേവത പോലെ ആക്കാൻ. അയ്യോ, ഈ ഗൗണിൽ എന്നെ കാണാൻ എന്തു ഭംഗിയാണ്. ആ അതുപോട്ടെ, ആ ദേവത പറഞ്ഞില്ലേ ഇത് ഏത് നിറത്തിലേക്കും ഞാൻ പറഞ്ഞാൽ മാറുമെന്ന്. എന്നാൽ അതുകൂടി ഒന്ന് നോക്കാം. കേൾക്കൂ ഗൗണേ, ഈ തുണി ഇപ്പോൾ നീല നിറത്തിലേക്ക് മാറണം. അങ്ങനെ കോമൾ കണ്ണടച്ച് മന്ത്രം ചൊല്ലി. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചുമന്ന നിറത്തിലായിരുന്ന ഡ്രസ്സ് ഇപ്പോൾ നീല നിറത്തിലായി. അതവൾ കണ്ട് ഒരുപാട് ഷോക്കായി. ഒരുപാട് സന്തോഷത്തോടെ അവൾ കറങ്ങാനും തുടങ്ങി. അന്നവൾ ആ ഡ്രസ്സും ധരിച്ച് മിക്കിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. കോമളിനിപ്പോൾ നല്ല ധൈര്യവും ഉണ്ടായിരുന്നു. അവൾക്കറിയാമായിരുന്നു ഇന്നാ ഗൗണിൽ അവളായിരുന്നു സുന്ദരിയെന്ന്. അവിടെ വന്ന പെൺകുട്ടികളെല്ലാം കോമളിനെ കണ്ടു. നോക്കിയവരെല്ലാം അങ്ങനെ തന്നെ നോക്കി നിന്നു. അപ്പോൾ എല്ലാവരും പ്രിയയിൽ നിന്നും കോമളിനെ തന്നെ നോക്കി നിന്നു. ഹാ കോമൾ, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ കോമൾ, സത്യമായിട്ടും ഈ ഡ്രസ്സിൽ നിന്നെ നല്ല ഭംഗിയുണ്ട്. വാ, വന്ന് ഞങ്ങളുടെ അടുത്തിരിക്കേ. എന്നാൽ ഇതെല്ലാം കോമളിന്റെ അനിയത്തി പ്രിയയ്ക്ക് ഇഷ്ടമായതേയില്ല. എല്ലാവരും പ്രിയയോട് സംസാരിക്കാതെ കോമളിന്റെ അടുത്തിരുന്ന് അവളെ പുകഴ്ത്തി. പതുക്കെ പതുക്കെ ആ മാന്ത്രിക ഗൗണിന്റെ സഹായത്താൽ കോമളിന് എല്ലാ കാര്യവും ഈസിയായി. അവളുടെ രണ്ടാനമ്മ എത്ര ജോലി കൊടുത്താലും ശരി, ആ മാന്ത്രിക ഗൗണിലൂടെ ജോലികളെല്ലാം ചെയ്തു തീർത്തു. അവൾ ഒരുപാട് സന്തോഷിച്ചു. എല്ലാ ദിവസവും അവൾ ഫ്രണ്ട്സിനോടൊപ്പം സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അവൾ ചിന്തിക്കുമ്പോൾ തന്നെ അവൾക്ക് ഡ്രസ്സ് മാറ്റാമായിരുന്നു. ഇപ്പോൾ കോമൾ അവളുടെ ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. അങ്ങനെ ആ മാന്ത്രിക ഗൗൺ കോമളിന്റെ ജീവിതം തന്നെ മാറ്റി. ഈ കഥയിലൂടെ നമ്മൾ പഠിച്ചത് എന്താണെന്നാൽ, നിങ്ങൾ നല്ലവരാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ദൈവം ഉറപ്പായും നിങ്ങളെ സഹായിക്കും. Thanks for watching.